ഞാൻ പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. ഈ മണ്ണ് വീണാൽ നിലത്ത് വീഴാത്തൊരവസ്ഥയാണ് ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മണിക്കൂറുകളോളം അമല പറഞ്ഞതുപോലെ തന്നെ 7 അല്ല 10 മണിക്കൂറും കഴിഞ്ഞ് ക്യൂ നിൽക്കുന്നവർ നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട്. ഇനി ദർശനം എപ്പോൾ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ നട അടച്ചിരിക്കുകയാണ്. ഇനി 5 മണിക്കേ നട തുറക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും സമയവും ഇവർ ഈ ക്യൂവിൽ തന്നെ കുട്ടികളാണല്ലോ വരുന്നത് അല്ലേ? കുത്തിയോട്ടത്തിന് ഈ ബാലന്മാരെ ഇപ്പോൾ ഈ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങ് അത് കഴിഞ്ഞിട്ട് അവരെ തിരികെ കയറ്റുകയാണ്. അവർ പുറത്തിറങ്ങി. അപ്പോൾ അത് കാണാനുള്ള ഒരു തിരക്കുമുണ്ട് ഈ സൈഡിലൊക്കെ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ദിവിഷ്. ആരെയും അകത്തോട്ടും പുറത്തോട്ടും ഒന്നും കയറ്റി വിടാതെ പരമാവധി നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ ഇപ്പോൾ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യൂവിൽ ഒരു കണക്കിനും ക്യൂ അനങ്ങുന്നേ ഇല്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി 5 മണിക്കേ ക്ഷേത്രം തുറക്കുകയുള്ളൂ, ദർശനത്തിന് സാധ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇപ്പോൾ ക്യൂവിൽ ഇരിക്കുകയാണ്. ഇനി ഒന്ന് അനങ്ങണമെങ്കിൽ അത്രയും സമയം ഇത്രയും പേര് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഒരു കാര്യം. പിന്നെ എല്ലായിടവും അടുപ്പ് കൂട്ടി കൊതുമ്പും ചൂട്ടും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാം ഇങ്ങനെ വിരിവെച്ച് നിൽക്കുന്ന ഒരു രംഗം. ഇനി അവസാന ആ നിമിഷങ്ങളിലുള്ള കാത്തിരിപ്പ്, ഒരു വർഷത്തെ ആ ഒരു കാത്തിരിപ്പാണ് പൊങ്കാല എന്ന് പറയുന്നത്. അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് നാളെ പര്യവസാനം. അതുകൊണ്ട് ഓരോ നിമിഷവും എണ്ണിക്കൊണ്ടുള്ളൊരു കാത്തിരിപ്പിലാണ് ഭക്തർ എല്ലാവരും ഇവിടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഭക്തിയുടെ പരകോടിയിലാണ് എല്ലാവരും. ഈ അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രമല്ലാതെ ഇവിടെ നിന്ന് ഒന്നും കേൾക്കാൻ ഒരു ഒച്ച പോലും പുറത്തു വരുന്നില്ല. അത്രയും തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ദിവിഷ് ഇപ്പോൾ ഈ അമ്പലത്തിൽ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സമയം ഈ 3:30 അടുക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഈ തിരക്ക്. അപ്പോൾ ഈ 5 മണി കഴിഞ്ഞാൽ ക്ഷേത്രം നട തുറന്നു കഴിഞ്ഞാൽ തിരക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടെയാണ് രാത്രിയിലത്തേക്കൊരു കാഴ്ച. മാത്രമല്ല ഈ കെട്ടുവിളക്കമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറമാകും. പിന്നെ ഈ സുരക്ഷാ സംവിധാനം അത് നമ്മൾ എടുത്തു തന്നെ പറയണം. പോലീസുകാർ അവർ 24 മണിക്കൂറും ഊണും ഉറക്കവും ഒന്നുമില്ലാതെ നിയന്ത്രിക്കുകയാണ്. അതിനൊരു ഭംഗി അത് നമുക്ക് എല്ലാത്തിനും കാണാനും കഴിയും. കാരണം അത്രയും നല്ല ക്രമീകരണങ്ങളാണ്. ഒരു തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റീസും ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പഴുതടച്ച സുരക്ഷാ സംവിധാനം. ഒപ്പം സന്നദ്ധ സംഘടനകളെയും എടുത്ത് പറയണം. ഈ എല്ലാവർക്കുമുള്ള, നമ്മളിപ്പോൾ നാളെയാണ് പൊങ്കാലെങ്കിൽ കൂടി ഇന്ന് തന്നെ നമ്മൾ ഈ വരുന്ന വഴിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷവും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ സന്നദ്ധ സംഘടനകളും ഇന്ന് തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ അവരുടെ അടുത്തെത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചൂട് പൊരി വെയിലത്താണ് നമ്മളൊക്കെ പറയുന്നത് എങ്കിൽ കൂടി ഈ ചൂടൊക്കെ തണുപ്പായി മാറുന്നത് ഇത്രയും ഭക്തരെ കാണുമ്പോഴാണ്. അവർ ഈ വെയിലും ചൂടും വെള്ളവും ആഹാരവും ഒന്നുമില്ലാതെ അമ്മയെ ഒരു നോക്ക് കാണുക, ആ തിരുമുഖം കാണുക, ദർശിക്കുക, അവരുടെ സങ്കടങ്ങൾ ഏറ്റുപറയുക, അതിനായി അവരുടെ ഒരു കാത്തിരിപ്പ്, അത് കാണുമ്പോൾ നമ്മുടെ ഈ കഷ്ടപ്പാടും അത് നമ്മളങ്ങ് മറന്നു പോവുകയാണ്. കാരണം അവർക്കൊപ്പം നമ്മളും അങ്ങ് ചേർന്ന് ഈ ഒരു ഭക്തിയുടെ ഒരു മൂഡ്, അത് ഭക്തിയുടെ പരകോടിയിൽ നമ്മളെല്ലാം എത്തുന്ന ഒരു അവസ്ഥ. അങ്ങനെ ചുരുക്കത്തിൽ ആറ്റുകാൽ ക്ഷേത്രം പൊങ്കാലയ്ക്ക് ഇനി ഒരു മണിക്കൂറുകൾ എണ്ണിയുള്ള ഒരു കാത്തിരിപ്പ്, അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ എല്ലാം തകൃതിയായി നടക്കുകയാണ്. ക്ഷേത്ര പരിസരത്ത് ഈ കല്ലുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞു. ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല, ഇപ്പോൾ പൊങ്കാല ഇടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ അടുപ്പുകൾ കൂട്ടുകയും ആളുകൾ വരികയും കിടക്കുകയും. ഇവിടെയൊക്കെയാണെങ്കിൽ ആളുകൾ ഈ മറ്റ് ജില്ലക്കാരെല്ലാം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് പേര് വന്ന് ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യുവാണ്. ഇന്ന് അത് അവരുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ പലരെയും കണ്ടിരുന്നു. ഈ മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നൊക്കെ 10-50 പേരടങ്ങുന്ന സംഘമാണ് ട്രാവലിലൊക്കെ എത്തി ഈ ഭാഗത്തൊക്കെ അവർ വിരിവെച്ച് കിടക്കുന്നതും. അപ്പോൾ ഇനി നാളെ അവർ ഈ പൊങ്കാലയ്ക്ക് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ക്യൂവിൽ നിൽക്കുന്നത്. ഞാൻ ആറ്റുകാൽ സന്നിധിയിലേക്ക് വരാം.